ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിക്രം മരിച്ച കാര്യം സരയു താര എടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് താരയുടെ ചോദിക്കേണ്ട, അവനെ പൊന്നുപോലെ വളർത്തിയ അവന്റെ അച്ഛൻ തന്നെയാണ് അവന്റെ തല കടിച്ചു കൊന്ന് അതിനുശേഷം കെട്ടിത്തോക്കിയത്. നാളൊരു സമയത്ത് നിങ്ങളും എന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് താര ഒന്നും മിണ്ടുന്നില്ല. സരയു പറയണ്ട, എനിക്ക് മുമ്പ് നിങ്ങളോട് ഭയങ്കര വെറുപ്പായിരുന്നു, പിന്നീട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങി, ഇപ്പൊ വീണ്ടും എനിക്ക് നിങ്ങളോട് വെറുപ്പാണ്. കാരണം എന്നറിയാവോ, നിങ്ങൾക്ക് എന്നെക്കാളും ഇഷ്ടം ആ കല്യാണിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാ എന്റെ ജീവിതത്തിലേക്ക് വന്നത്? ശാരി തന്നെയാണ് എന്റെ അമ്മ എന്ന് വിശ്വസിച്ച് ഞാൻ ജീവിച്ചാനേലോ. നിങ്ങൾ വന്നതോടുകൂടി എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല, എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കല്യാണിനെ കൊല്ലാൻ വേണ്ടി ഓരോരോ പ്ലാൻ ഞാൻ ചെയ്യുമ്പോഴും അത് തകിടം മറിക്കുന്ന രീതിയിലല്ലേ നിങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പച്ചവെള്ളം പോലും എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് താരയെടുത്ത് വല്ലാത്ത രീതിയിൽ പൊട്ടിത്തെറിച്ചിട്ടാണ് സരയു റൂമിലേക്ക് പോകുന്നത് കേട്ടോ. അതേസമയം കല്യാണി ആണെങ്കിൽ രാത്രി ഉറക്കമൊന്നുമില്ലാണ്ട് കിടന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ കിരൺ പറയുന്നുണ്ട്, കല്യാണി നമുക്ക് നാളെ അച്ഛന് ജാമ്യം കിട്ടുമോന്ന് നോക്കാം. കിരണട്ട, ജാമ്യം കിട്ടാൻ ചാൻസ് കുറവാണെന്നല്ലേ നവീൻ വക്കീൽ പറഞ്ഞത്? അതേ കല്യാണി, ചാൻസ് കുറവാണ്. കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് നിന്റെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത്, അച്ഛൻ തന്നെയാണ് കെട്ടിത്തൂക്കി ഇട്ടേന്നുള്ള കാര്യം. പക്ഷെ അച്ഛൻ അത് പറയണ മുമ്പ് എന്നോടോ അല്ലെങ്കിൽ എന്റെ അച്ഛനോടോ എന്തിനും നിന്നോടെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു. എന്നിട്ട് പോലീസുകാരെ അറിയിക്കേണ്ട കാര്യമില്ലണ്ടല്ലോ, എടുത്തു ചാടി പോലീസുകാരെ അറിയിക്കേണ്ടായിരുന്നു എന്നൊക്കെ കിരൺ പറയുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യണം, നടക്കേണ്ടത് നടന്നു. ഇപ്പൊ അച്ഛൻ അത് എന്റെ അടുത്താണ് ആദ്യം പറയണെന്നുണ്ടെങ്കിൽ ഞാനത് ഇരു ചെവി അറിയാതെ ഞാനും വേലും രതീഷും കൂടി ചേർന്നിട്ട് കാട്ടിൽ എവിടെയെങ്കിലൊക്കെ, അതായത് രാഹുലിനും അതുപോലെ തന്നെ സ്റ്റെഫിക്കും കൊടുത്ത അതേ വിധി തന്നെ അവന് കൊടുത്താനായിരുന്നു. ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ നാളെ കോടതിയിൽ എന്താ വെച്ചാൽ നമുക്ക് നോക്കാം എന്നൊക്കെ കിരൺ പറയാണ്. കല്യാണി ആകെ വിഷമിച്ചിരിക്കണം. എന്റെ അച്ഛൻ എങ്ങനെയൊക്കെ ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു. 3 പ്രാവശ്യം അറ്റാക്ക് വന്നതല്ലേ. ഇനി അച്ഛൻ എന്തിനു വയസ്സാം കാലത്ത് ഞങ്ങളുടെ കൂടെ നിർത്താൻ ഞങ്ങൾക്ക് ആഗ്രഹം. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് കല്യാണി. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ സരയു ആണെന്നുണ്ടെങ്കിൽ രാത്രി ഒന്നും ഉറങ്ങാതിരിക്കാട്ടോ. അങ്ങനെ തന്നെ സഹായിക്കാൻ വന്ന തന്റെ അച്ഛൻ മരിച്ചു, വിക്രം സഹായിക്കാൻ വേണ്ടി വന്നു, അവനും മരിച്ചു. ഇനി തന്നെ സഹായിക്കാനായിട്ട് ആരും തന്നെയില്ല. ഗുണ്ടകളെ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വലിയ വലിയ ബുദ്ധിജീവികൾക്ക് പോലും കല്യാണിനെ കൊല്ലാൻ പറ്റിയിട്ടില്ല. പിന്നെയല്ലേ ഗുണ്ടകള്, അവർക്ക് കുറെ പണം കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അവരെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ഒരാള് മാത്രം വിചാരിച്ചാലേ കല്യാണിനെ എന്തിനും ചെയ്യാൻ സാധിക്കുള്ളൂ. അത് താൻ തന്നെയാണ്. അതെ, ഇനി ഞാൻ അത് സരയു തന്നെ വിചാരിക്കുകയാണ്, ഇനി താൻ വിചാരിച്ചാൽ മാത്രമാണ് തനിക്ക് കല്യാണിനെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയ സരയു ആണെങ്കിൽ കല്യാണിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്യാട്ടോ. ഇരു ചെവി അറിയാതെ അവളെ കൊന്നു തീർക്കണം. പക്ഷെ അവൾ എങ്ങനെ കൊല്ലും കിരണിനെ മനസ്സിലാവാനും പാടില്ല. അങ്ങനത്തെ എന്തെങ്കിലും തരത്തിൽ തന്നെ ചെയ്യണം. ഇപ്പൊ അവൾക്ക് തന്നെ ഭയങ്കര വിശ്വാസമാണല്ലോ, ആ വിശ്വാസം ഒന്നും കൂടി നേടിയെടുക്കണം. അതിനുശേഷം അവളെ കൊല്ലണം എന്ന് സരയു വിചാരിക്കുകയാണ്. ശേഷമാണെന്നുണ്ടെങ്കിൽ സരയു അതിനു വേണ്ടി ശ്രമിക്കാട്ടോ. കല്യാണിന്റെ വീട്ടിൽ പോയിട്ട് 2 ദിവസം നിന്നാലോ അവളെ നോക്കണ രീതിയിൽ, എന്നിട്ട് അവളെ നോക്കാണെന്ന് പറഞ്ഞിട്ട് അവൾ കഴിക്കുന്ന ഭക്ഷണത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവളെ കൊന്നു കളഞ്ഞാലോ എന്നൊക്കെ സരയു ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്. അപ്പൊ താര സരയുവിന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. സരയു ചോദിക്കണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോ നിങ്ങളെ കാണുന്നതേ ഇഷ്ടമല്ല. നിങ്ങളെ കാണുമ്പോ തന്നെ എനിക്ക് ഇറിറ്റേഷൻ ആണ്. നിങ്ങൾ എന്നെയല്ലോ സ്നേഹിക്കണത്, നിങ്ങളുടെ ആരുമല്ലാത്ത കല്യാണിനെ സ്നേഹിക്കണത്. പിന്നെ നിങ്ങൾ എന്തിനാണ് എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോ താര പറയുന്നുണ്ട്, കല്യാണത്തിലുള്ള ദേഷ്യമൊക്കെ നീ വിട്ടുകള. നിനക്കിപ്പോ നല്ലൊരു ജീവിതം ഇല്ലേ? എന്താണ്, ഞാനുണ്ട്, മോളുണ്ട്, നിനക്ക് സ്നേഹിക്കുന്നവരെല്ലാം നിന്റെ കൂടെയുണ്ട്. പിന്നെ എന്തിനാണ് നീ കല്യാണിനെ കൊല്ലാൻ വേണ്ടി നോക്കണത്? സരയു പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ ശരിയാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്നവരെല്ലാം എന്റെ കൂടെയുണ്ട്. ആ കല്യാണിനെ മാത്രം എനിക്ക് ഇഷ്ടമില്ലാത്തത്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കിരൺ എന്റെ കൂടെ ഇല്ലല്ലോ. അവൻ എന്റെ കൂടെ ഉണ്ടെങ്കിലും എന്റെ ഭർത്താവായിട്ട് കൂടെ ഇല്ലല്ലോ. ഒരു സുഹൃത്തായിട്ട് മാത്രമല്ലേ കൂടെയുള്ളൂ. അവൻ എന്റെ ഭർത്താവായിട്ട് എന്റെ കൂടെ വരണം. എന്റെ കൺമണിമോളുടെ അച്ഛനായിട്ട് അവൻ എന്റെ കൂടെ ഉണ്ടാവണം. അതാണ് എന്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശ്രമിക്കണത്. എന്റെ അച്ഛൻ മരിച്ചത് പോലും അതിനു വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ പോലും ഞാൻ കിരണായിട്ട് ഒന്നാവണം. അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ഇനി അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇനി പോകുന്നത്. അപ്പൊ താര പറയുന്നുണ്ട്, ഒന്നും വേണ്ട, എനിക്ക് നിന്നെ മാത്രം മതി എന്നൊക്കെ പറയുമ്പോഴേക്കും, നിങ്ങൾക്ക് എന്നെ മതിയായിരിക്കും, പക്ഷെ എനിക്ക് വേണ്ടത് കിരണിനെയാണ്. നിങ്ങൾക്ക് കിരൺ എനിക്ക് എന്റെ അടുത്ത് എത്തിച്ചേരാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ വായടച്ച് മിണ്ടാതിരിക്കുക. ഞാൻ എന്ത് ചെയ്യണോന്നുള്ളത് എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് ഇറങ്ങിപ്പോ. നിങ്ങൾ ഇനി എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വന്നാലുണ്ടല്ലോ, ഞാൻ എന്റെ ശാരിയമ്മയുണ്ടല്ലോ, എന്റെ വളർത്തമ്മ, അവരുടെ കൂടെ പോയി നിൽക്കും. പിന്നെ ഒരിക്കലും നിങ്ങളെ മുഖം കാണിക്കാൻ വേണ്ടി പോലും ഞാൻ ഇവിടേക്ക് വരില്ല എന്നൊക്കെ സരയു പറയാണ്. അത് കേൾക്കുമ്പോ താരക്ക് വല്ലാത്ത വിഷമമുണ്ട്. താര അവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകുവാട്ടോ.
പിന്നീട് കാണിക്കണത് പ്രകാശിനെയാണ് കേട്ടോ. പ്രകാശിനെ അങ്ങനെ കോടതിയിലേക്ക് ഹാജരാക്കാണ്. ജാമ്യം എടുക്കാൻ വേണ്ടി കിരണും കല്യാണിയും എല്ലാവരോടും വന്നിട്ടുണ്ട്. അപ്പൊ നവീൻ വക്കീൽ ഏർപ്പാടാക്കിയ മറ്റേ വക്കീലാണ് കേട്ടോ ജാമ്യത്തിന് വേണ്ടി വരുന്നത്. അങ്ങനെ പ്രകാശിനോട് വക്കീൽ, അതായത് എതിർഭാഗം വക്കീൽ ചോദിക്കേണ്ടത്, നിങ്ങളാണോ നിങ്ങളുടെ മോനെ കെട്ടിത്തൂക്കി കൊന്നതെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ അങ്ങനെ ഉണ്ടാവാൻ ചെയ്ത സാഹചര്യം എന്താണ്, നിങ്ങളല്ലേ നിങ്ങളുടെ മോനെ കെട്ടിത്തൂക്കിയിട്ടത് എന്ന് ചോദിക്കുമ്പോ പ്രകാശൻ ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ കിരൺ അപ്പുറത്ത് നിന്നിട്ട് കൈ കാണിക്കേണ്ട പ്രകാശന്, എല്ലാന്ന് പറ, അച്ഛനല്ല ചെയ്തെന്ന് പറയുന്ന രീതിയിൽ ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും പ്രകാശൻ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. പ്രകാശൻ അതേ മൗനത്തോടെ സമ്മതം കൊടുക്കണം, അത് താൻ തന്നെയാണ് ചെയ്തെന്ന രീതിയിൽ സമ്മതിച്ചു കൊടുക്കണം. പ്രകാശൻ ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് നമ്മുടെ കോടതി പറയുന്നുണ്ട്, എന്തായാലും പ്രകാശന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ കല്യാണിക്ക് ആകെ ഷോക്ക് ആവട്ടോ. കിരണേട്ട്, എന്റെ അച്ഛനെ 14 ദിവസം റിമാൻഡ് ചെയ്തിരിക്കാനല്ലോ, കല്യാണി നമുക്ക് എങ്ങനെയൊക്കെ സഹായിക്കാം, നിന്റെ അച്ഛനൊന്ന് കുറ്റം ചെയ്തില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ആർക്കും തെളിയിക്കാൻ പറ്റുമൊന്നുമില്ല. പിന്നെ വിക്രത്തിന്റെ ഡെഡ് ബോഡി ഇപ്പൊ കത്തിച്ച് കരിഞ്ഞു പോയി. ഇപ്പൊ നിന്റെ അച്ഛൻ കുറ്റം സമ്മതിച്ചോണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ആ ശവശരീരം സംസ്കരിക്കുകയും ചെയ്തു. ഇനി ആരെന്ത് അന്വേഷിക്കാണ്? അപ്പൊ നിന്റെ അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ മതി, നിന്റെ അച്ഛനല്ല അത് ചെയ്തെന്നൊരു വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസിനും വക്കാണത്തിനും പിന്നിൽ ആരും പോകാൻ പോകണമെന്നില്ല. പക്ഷെ നിന്റെ അച്ഛൻ അത് സമ്മതിക്കാൻ വയ്യ. ഒരു കാര്യം ചെയ്യാം, എന്തായാലും കാര്യങ്ങളൊക്കെ ഇവിടം വരെ ആയില്ലേ, അച്ഛനോട് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ, നാളെ ജയിലിൽ പോയിട്ട് ഞാൻ അച്ഛനോട് കാര്യമായിട്ട് സംസാരിക്കാമെന്ന് കിരൺ പറയുന്നുണ്ട്. പിറ്റേ ദിവസം കിരൺ ജയിലിൽ പോയിട്ട് നമ്മുടെ പ്രകാശനോട് പറയണ്ട, അച്ഛാ ഇനി കോടതി കൂടുന്ന സമയത്ത് അച്ഛൻ ദൈവത്തെ ഓർത്ത് പറയണം അച്ഛനല്ല അത് ചെയ്തേന്നുള്ളത്. കാരണം അച്ഛൻ ഇപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അച്ഛനെ ആലോചിച്ച് വിഷമിക്കുന്ന 3 പെമ്മക്കള് വീട്ടിലുണ്ട്, അത് അച്ഛൻ ആലോചിച്ചിട്ട് വേണം ഇനി മറുപടി പറയാനായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് കിരൺ അവിടുന്ന് പോകുന്നത്. അതേ സമയത്ത് സരയു രണ്ടും കൽപ്പിച്ച് കല്യാണിന്റെയും കിരണിന്റെയും കൂടെ 2 ദിവസം നിൽക്കാൻ വേണ്ടി വരുവാണ്. വേറൊന്നിനല്ല, സരയു പറയണത് ഇങ്ങനെയാണ്, കല്യാണി ഇപ്പൊ ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ, കല്യാണിക്ക് ഒരാളുടെ സഹായം വേണം താനും. പിന്നെ ദിലീപ് വന്നുകൊണ്ട് കാർത്തിക ദിലീപിന്റെ വീട്ടിലേക്ക് പോയി, അതുകൊണ്ട് തന്നെ കല്യാണിനെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടാണ് സരയു 2 ദിവസത്തേക്ക് കല്യാണിന്റെ കിരണിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. കിരൺ അവിടുന്ന് പോകുമ്പോൾ കല്യാണിനെ എങ്ങനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സരയുവിന്റെ ഉദ്ദേശം. പക്ഷെ എന്തൊക്കെ സരയു ചെയ്യാൻ ചെയ്താലും നമ്മുടെ കല്യാണി അതൊക്കെ തന്നെ കണ്ടുപിടിക്കുകയും അത് മാത്രമല്ല സരയുവിനെ അടിച്ചു പുറത്താക്കാൻ പോകുന്ന ഭാഗമാണ് ഇനി കാണാൻ പോണത്. അതെ, ശത്രുക്കൾ എല്ലാവരും തന്നെ തീർന്നു, ഇനി സരയു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സരയു നേരിട്ടാണ് ഇനി കല്യാണിനെ കൊല്ലാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പക്ഷെ ഇതിനു മുമ്പൊക്കെ കല്യാണിനെയും കല്ലുമോനെയും പലവട്ടം സരയു ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ കിരണും കല്യാണിയും തന്നെയാണ് സരയുവിന്റെ ക്രൂരതകൾ കണ്ടുപിടിച്ച് സരയുവിന്റെ കയ്യും കാലും തല്ലി ഒടിച്ച് ഒരു മൂലക്കിട്ടത്. അതേ വിധി തന്നെയാണ് സരയുവിന് ഇനി വരാൻ പോകുന്നത്. പക്ഷെ സരയു മരിക്കില്ല കേട്ടോ. എന്തായാലും ഈ സീരിയലിലെ ക്ലൈമാക്സിൽ സരയു മരിക്കാം, സരയുവിനെ ആരും കൊല്ലുന്നില്ല. ഒന്നില്ലെങ്കിൽ സരയുവിന് ഭ്രാന്താകും, അല്ലെങ്കിൽ സരയു തന്നെ കെട്ടി തൂങ്ങിച്ചാവും. ഇത് തന്നെയാണ് സംഭവിക്കാൻ പോണത്. അപ്പൊ എന്തായാലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്, അത് നാളത്തെ പ്രൊമോ റിവ്യൂ എന്ന് പറയുന്നത് ഇന്ന് രാത്രി 11 മണിക്കാണ് വരുന്നുണ്ടാവുക. അപ്പൊ 11 മണിക്ക് വരുമ്പോ തന്നെ 11:05 11:10 ആകുമ്പോ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. മാക്സിമം 11:10 അതിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പൊ ഒറിജിനൽ പ്രൊമോ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് 11:10 ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ എന്തായാലും ഒറിജിനൽ പ്രൊമോ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.